Hello all, welcome to another class of Business Research Methods. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാറ്റ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. അതിൽ ഡാറ്റ പ്രോസസ്സിങ് എന്താണെന്നും ഡാറ്റ പ്രോസസ്സിങ് സ്റ്റേജസും നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ എൻട്രി ആണ്. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് ത്രൂ ഡാറ്റ കളക്ഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് വളരെ പെട്ടെന്ന് വ്യൂ ചെയ്യാനും അതേപോലെ തന്നെ മാനിപ്പുലേഷനും ഒക്കെ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ ഡാറ്റ എൻട്രി പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പെട്ടെന്ന് കാണാനും അതിൽ നിന്നും പല ഇൻഫർമേഷൻസിലേക്ക് എൻറ്റർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള ഒരു മീഡിയം മാത്രമാണ് ഡാറ്റ എൻട്രി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ആണെങ്കിൽ മാനുവൽ ആണെങ്കിൽ ആ രീതിക്കും ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടും ഉണ്ട്. മാനുവൽ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഡാറ്റ എൻട്രിയിൽ വരുന്നത്. ഇഫ് ഇറ്റ് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ഉണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ട്. SPSS, അതേപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് ഓർ അതർവൈസ് ഡാറ്റ മെട്രിക്സ്, ദെൻ ഇമെയിൽ ഡാറ്റ ക്യാപ്ചർ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് പ്രോഗ്രാംസ്. ഡാറ്റ എൻട്രിക്ക് യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിന് ഡാറ്റാബേസ് പ്രോഗ്രാംസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് അണ്ടർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, നോമിനൽ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ ഓർ റേഷ്യോ സ്കെയിലൊക്കെ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കെയിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. നോമിനൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന വാരിയബിൾസിനെ നമുക്ക് നോമിനൽ മെഷർമെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതേപോലെ ഓർഡിനൽ മെഷർമെൻറ്റ് ഉണ്ട്, ഇൻ്റർവൽ മെഷർമെൻറ്റ് ഉണ്ട്, റേഷ്യോ മെഷർമെൻറ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള മെഷർമെൻറ്റൊക്കെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോമിനൽ മെഷർമെൻറ്റ് ആണെങ്കിൽ വി ഓൾ നോ ദാറ്റ് നോമിനൽ മെഷർമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ വാരിയബിൾസിന് അല്ലെങ്കിൽ നമ്മൾ വാരിയബിൾസിന് നോമിനൽ വാരിയബിളാണ് കൊടുക്കുന്നത്. അതായത് അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്പേഴ്സോ അല്ലെങ്കിൽ സിമ്പിൾസോ ഒക്കെ ഒരു വാരിയബിളിന് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്? ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് നെയിമിങ് ഓർ ലേബലിംഗ് ഓർ ക്ലാസിഫൈയിങ് ദ ഒബ്സർവേഷൻസ് ഓഫ് വേരിയബിൾസ്. ജസ്റ്റ് ആ വാരിയബിൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടോ നെയിം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയറിൻ്റെ ജേഴ്സിയിലുള്ള നമ്പറായിരുന്നു നമ്മൾ പറയുന്നത്. ആ നമ്പറിന് പ്രത്യേകിച്ച് ഒരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഇല്ല, ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ല. ആ ഒരു പ്ലെയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലേ. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഉള്ള മാത്രമാണ്. അവിടെ യാതൊരുവിധ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഇല്ല. എത്രത്തോളം ലെസ്താർ ഒരു ഗേറ്റ്, അതായത് എന്തെങ്കിലും റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതേപോലെ തന്നെ ഒരു ഓപ്പറേഷൻസ് നടത്താൻ സാധിക്കില്ല, അഡീഷനോ സബ്സ്ട്രാക്ഷനോ ഒന്നും നമുക്ക് നടത്താൻ സാധിക്കില്ല. ജസ്റ്റ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ, അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള വാരിയബിളാണ് നോമിനൽ വാരിയബിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കാറ്റഗറിക്കൽ വാരിയബിൾസ് എന്നും വിളിക്കുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷനും ഒന്നും ഇല്ലാത്ത ടൈപ്പ് മെഷർമെൻ്റ് ആണ് നോമിനൽ വാരിയബിൾ. ഓൺലി നെയിംഡ് വാരിയബിൾസ്, ഓൺലി ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഡാറ്റ എൻറ്റർ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്തും വി ഷുഡ് നോ ദാറ്റ് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്, വിച്ച് ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ് ഇസ് ദാറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ പറയുന്നത് ഓർഡിനൽ മെഷർമെൻറ്റ്സ് ആണ്. ഓർഡിനൽ മെഷർമെൻറ്റിൽ എന്താ പറയുന്നത്, നെയിംഡ് വാരിയബിൾസ് പ്ലസ് ഓർഡേർഡ് വാരിയബിൾസ് ആയിരിക്കും. അതായത് ഒരു ഓർഡർ ഉണ്ടാവും അല്ലെങ്കിൽ അതിനൊരു റാങ്കിങ് ഉണ്ടാവും. സോ ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ് ദ റാങ്ക് ഓർഡർ. ഓർഡിനൽ ജഡ്ജ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡിനൽ മെഷർമെൻറ്റ് യൂസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഐറ്റം, ഒരു സോപ്പോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ, എന്തിൻ്റെയെങ്കിലും പ്രിഫറൻസ് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും എന്താ പറയുക ലൈക്ക്, അതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഷർമെൻ്റ് ആണ് ഓർഡിനൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ സപ്പോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് ആണെന്നായിരിക്കും. ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയറി മിൽക്ക് ഉണ്ട്, മഞ്ചുണ്ട്, മിൽക്കി പറയുന്നത്, അങ്ങനെ വേരിയസ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓർഡിനൽ മെഷർമെൻറ്റ് യൂസ് ചെയ്യാം.
അപ്പോൾ അതിൽ നമുക്ക് നെയിംഡ് വാരിയബിൾസ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ചോക്ലേറ്റ്സിൻ്റെ നെയിമും ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ പ്രിഫറൻസിൻ്റെ ഓർഡറും ഉണ്ടായിരിക്കും. ദെൻ ആ ഒരു സ്റ്റഡിയിൽ ലാസ്റ്റ് നമുക്ക് ഓർഡർ ഓഫ് പ്രിഫറൻസ് ലഭിക്കും. മേ ബി ഡയറി മിൽക്ക് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ, ബാക്കിയുള്ള ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഓർഡിനൽ ജഡ്ജ്മെൻറ്റ്സ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓർഡിനൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇൻ്റർവൽ മെഷർമെൻ്റ് ആണ്. വൺ മോർ തിങ്, ഈ ഒരു ഓർഡിനൽ മെഷർമെൻറ്റിൽ നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റും, ഗ്രേറ്റർ ആൻഡ് ലെസ് ദാൻ എന്നുള്ളത്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡയറി മിൽക്കാണ് ഗ്രേറ്റർ പ്രിഫറൻസ് ഉള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ മിൽക്കി ബാർ ആണ്, സപ്പോസ് മിൽക്കി ബാർ ആണെങ്കിൽ അതിനാണ് ഏറ്റവും ലോവർ പ്രിഫറൻസ് ഉള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇക്വാലിറ്റി ആൻഡ് ഇൻഈക്വാലിറ്റി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മെഷർമെൻറ്റ് ഓഫ് സ്കെയിലിലൂടെ ഏത് വാരിയബിൾസാണ് ഹയർ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹയർ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. ബട്ട് നമുക്ക് ഇവിടെ ഒരിക്കലും എന്താ പറയുക, എത്രത്തോളം ഹയർ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ലോവർ ആണ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ആർ നോട്ട് നെസസറിലി ഈക്വൽ. അതായത് ഈ ഒരു ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു ഐറ്റത്തിനും സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഐറ്റത്തിനും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, ഈക്വൽ ഡിഫറൻസ് ആണോ ഫസ്റ്റ് ടു ടൂവും അതേപോലെ തന്നെ 2 to 3 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലുള്ള സ്കെയിലിംഗ് ആണ് ഓർഡിനൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഓർഡിനൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇൻ്റർവൽ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ആ ടേമിൽ നിന്ന് കിട്ടും ഇവിടെ നമുക്ക് റാങ്ക് ഓർഡറും അതേപോലെ തന്നെ ഈക്വൽ ഇൻ്റർവെൽസിൻ്റെയും കൂടി ക്യാരക്ടറിസ്റ്റിക്സ് അടങ്ങിയ മെഷർമെൻ്റ് ആണ് ഇൻ്റർവൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മീനിങ് ഫുൾ കമ്പാരിസൺ നടത്താൻ പറ്റും. 3 സ്കെയിലിങ്ങിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് ഇൻ്റർവൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതായത് നോമിനൽ, ഓർഡിനൽ ആൻഡ് ഇൻ്റർവൽ. അതായത് നെയിംഡ് വാരിയബിൾസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഓർഡിനൽ ജഡ്ജ്മെൻറ്റ് നടത്താൻ സാധിക്കും, അതേപോലെ തന്നെ ഇൻ്റർവെല്ലും ഉണ്ടായിരിക്കും. അതായത് ഒരു ഐറ്റവും 2 ഐറ്റംസും തമ്മിലുള്ള ഇൻ്റർവെൽ ഈക്വൽ ഇൻ്റർവെല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മീനിങ് ഫുൾ കമ്പാരിസൺ നടത്താൻ പറ്റും എന്നുള്ളതാണ്. സപ്പോസ് നമ്മളിപ്പം ഒരു ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് അതൊക്കെയാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നതെങ്കിൽ ഈ ഹൈറ്റും വെയിറ്റും ഒക്കെ നമ്മൾ ഒരു ഇൻ്റർവെൽ ഉണ്ടാവും, 1 kg എന്നുള്ള ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു ഇൻ്റർവെൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് മീനിങ് ആയിട്ടൊരു കമ്പാരിസണിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും 2 kg ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ 20 kg ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മീനിങ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള മെഷർമെൻറ്റാണ് ഇൻ്റർവെൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ റേഷ്യോ മെഷർമെൻറ്റ്. റേഷ്യോ മെഷർമെൻറ്റാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവൽ മെഷർമെൻറ്റിൻ്റെയും കൂടി ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ വേർഷനാണ്. കാരണം ഇതിൽ അബ്സല്യൂട്ട് 0 വാല്യൂസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ റിയൽ ലൈഫിലുള്ള വാരിയബിൾസ് ആയിട്ടുള്ള മോസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് ലെങ്ത്ത്, എനർജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ റേഷ്യോ സ്കെയിൽസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം എല്ലാ സ്കെയിലിങ്ങിൻ്റെയും കൂടി അഡ്വാൻറ്റേജസും ക്യാരക്ടറിസ്റ്റിക്സും കൂടി അടങ്ങിയ ഒരു സ്കെയിലിംഗ് ആണ് റേഷ്യോ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ മൈൻഡിൽ ഉണ്ടാവണം അനാലിസിസ് നടത്തുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമൺ ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സ് ആണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ്നെസ്സിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെർസെൻറ്റേജസ്, ഫ്രീക്വൻസി ടേബിൾ, കണ്ടിൻജൻസി ടേബിൾസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സൊക്കെയാണ് കോമൺ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചില ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റയെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് ടെക്നിക്സ് ആണിത്. പിന്നെ അതേപോലെ തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇതൊക്കെ കോമൺ ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാം പേഴ്സൻറ്റേജസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പേഴ്സൻറ്റേജസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വേ ഓഫ് എക്സ്പ്രസിങ് എ നമ്പർ ആസ് എ ഫ്രാക്ഷൻ ഓഫ് 100 അല്ലെ. 100ൻ്റെ ഫ്രാക്ഷനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്പർ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സൻറ്റേജസ് പറയുന്നത്. ഒരു സൈൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പേഴ്സൻറ്റേജിന്. ബേസിക്കലി ഈ ഒരു പേഴ്സൻറ്റേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി
അല്ലെങ്കിൽ ഒരു വാരിയബിൾ അതിൻ്റെ ചേഞ്ചോ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയുടെ വാരിയബിളിൻ്റെയോ ഒരു പാർട്ട് റെപ്രസെൻറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പെർസെൻറ്റേജ് പറയുമ്പോൾ ദാറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. നോർമലി നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്, 0% എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എന്നിരുന്നാലും ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള രീതിയിലും ലെസ് ദാൻ 100 എന്നുള്ള രീതിയിൽ, അതായത് 100 എന്നുള്ളത് ഫുൾ എന്നുള്ള മീനിങ് ആണ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പർപ്പസസ് എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ വാരിയബിൾസും അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും നമുക്ക് 0 to 100 റേഞ്ചിനുള്ളിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ മില്യൺസ് അത്രയും ഡാറ്റ അല്ലെങ്കിൽ അത്രയും വാരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് യൂസ് ചെയ്തുകൊണ്ട് 0 to 100 ഒരു റേഞ്ചിനുള്ളിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് കമ്പാരിസൺ നടത്താൻ വളരെ ഈസി ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് പെർസെൻറ്റേജ്. രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ടേബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഡാറ്റ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഡിവൈസാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വാല്യൂസ് അല്ലെങ്കിൽ വാരിയബിൾസ് ഒന്നോ അതിലധികമോ വാരിയബിൾസ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ടേബിളിൽ ഒരേ ഒക്കറൻസ് ഓഫ് വാല്യൂസ് തന്നെ ഒന്നിലധികം തവണ വരുവാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒന്നിലധികം തവണ വരുന്ന ആ ഒരു വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇൻ്റർവെൽ ആക്കുന്നതിനെയാണ് നമ്മളിവിടെ ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ടേബിളിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓർ ഒക്കറൻസ് ഓഫ് വാല്യൂസ് ഓർ ഒക്കറൻസ് ഓഫ് ഇവൻറ്റ്സ് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി ടേബിൾ പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കോർ ഒരു എക്സാമിന് ഒരു എക്സാമിനേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സാമിനേഷൻ നടത്തുന്ന ലഭിക്കുന്ന സ്കോർ 1 സ്കോർ ലഭിച്ചിരിക്കുന്ന കുട്ടികൾ, നമ്മളിപ്പോൾ ഈ ഒരു ടേബിൾ ഈ ഒരു സൈഡിലുള്ള ടേബിളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1 സ്കോർ കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ടാലി മാർക്ക് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 ടാലി മാർക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 മാർക്സ് കിട്ടിയിരിക്കുന്ന എന്നുള്ള ആ ഒരു ഇവൻറ്റ് ഒക്കറൻസിന് ഇവിടെ 4 ടൈം അല്ലേ, 4 കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ 4 ടാലി മാർക്ക് കൊടുത്തത് കൗണ്ട് ചെയ്തിട്ട് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ 5 സ്കോർ ലഭിച്ചിരിക്കുന്നത് ഇവിടെ 3 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ 3 എന്നുള്ള ഫ്രീക്വൻസി നമുക്ക് ലഭിക്കുന്നു. ഈ രീതിയിൽ നമ്മൾ ടാബുലേറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ അത് കണ്ടിൻജൻസി ടേബിളാണ്. കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ ഫോമാറ്റാണ്. നമുക്ക് ഒന്നോ അതിലധികമോ വാരിയബിൾസിൻ്റെ കാറ്റഗറിക്കൽ വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് റിപ്പോർട്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടേബിളാണ് കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും, ഇപ്പോൾ ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും ഇപ്പോൾ 51 ഡോഗ്സ് ഉണ്ട്, 49 ക്യാറ്റ്സ് ഉണ്ട്, ടോട്ടൽ 100 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യാണ് ഈ ഒരു ഡോഗിൻ്റെയും അതേപോലെ തന്നെ ക്യാറ്റിൻ്റെയും നമ്പേഴ്സ്, അത് ഫീമെയിൽ എത്ര മെയിൽ എത്ര എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടിൻജൻസി ടേബിൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ടേബിൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് 2x2 ടേബിളാണ്. ദാറ്റ് മീൻസ് 2 കോളംസ് ആൻഡ് 2 റോസ് ഉള്ള ടേബിളാണ്. ഈ ഒരു കൺസ്ട്രക്ഷനിലൂടെ നമുക്ക് നടത്തുമ്പോൾ നമുക്ക് കൂടുതൽ കമ്പാരിസൺ നടത്താൻ സാധിക്കും അല്ലെങ്കിൽ അനാലിസിസ് നടത്താൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ നോർമൽ ഒരു ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ ഓഫ് ഡോഗ്സ് നമ്പർ ഓഫ് ക്യാറ്റ്സ് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതിൽ ഫീമെയിൽ കാറ്റഗറി അതേപോലെ തന്നെ മെയിൽ കാറ്റഗറി നമുക്ക് ലഭിക്കില്ല. ഇഫ് ഇറ്റ് ഈസ് കണ്ടിൻജൻസി ടേബിൾ നമുക്കവിടെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിന് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന് യൂസ് ചെയ്യാവുന്ന ഒരു കോമൺ ടെക്നിക്ക് തന്നെയാണ് കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ അത് ഇൻഡെക്സ് നമ്പേഴ്സാണ്. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. ഒരു വാരിയബിളോ അല്ലെങ്കിൽ ഒന്നിലധികം വാരിയബിൾസിൻ്റെയോ ചേഞ്ചസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി ഈ ഒരു ഇൻഡെക്സ് നമ്പർ ശരിക്കും പറഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ആണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ് നമ്പേഴ്സ് കൊടുക്കുക. സപ്പോസ് ഇപ്പോൾ ഒരു ഇൻകം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻകം
അനാലിസിസ് ആണ് നടത്തുന്നതെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക്, അതായത് ഇൻഡെക്സ് ഇൻകം നമ്മളവിടെ കൊടുക്കും. സപ്പോസ് ഒരു 10,000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 5,000 റുപ്പീസ് ഇൻഡെക്സ് നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ ഇൻഡെക്സ് ഇൻകം കൊടുക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള അനാലിസിസ് ഒക്കെ നടത്തുക. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നിക്കാണ് ഇൻഡെക്സ് നമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കോമൺ ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ ആണ്. ഏതൊരു റിസർച്ചിലായാലും ആ ഒരു റിസർച്ചിൻ്റെ പ്രോപ്പർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നടത്തണമെങ്കിൽ അവിടെ ആ ഒരു ഡാറ്റ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അറ്റ് എ ഗ്ലിംസ്, അതായത് നമ്മളൊരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ്, എത്രത്തോളം ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ജനറൽ പീപ്പിളിനായാലും ശരി, അതായത് ഒരു റിസർച്ച് സ്കോളറിനോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റിനോ ഒന്നും അല്ലാതെ ജനറൽ പബ്ലിക്കിന് പോലും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇഫ് ഇറ്റ് ഈസ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ്, ഡാറ്റ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് നടത്താം, അതേപോലെ തന്നെ ടേബുലർ പ്രസൻറ്റേഷൻ നടത്താം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അതിനോട് കൂടി തന്നെ ഗ്രാഫിക്സും ചാർട്ട്സും മറ്റ് പിക്ടോറിയൽ ഡിവൈസസും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വളരെ കെയർ ആൻഡ് ഡിലിജൻസോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് നോട്ട് ദ പോയിൻറ്റ്, സിമ്പിളായിരിക്കണം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ആക്യുറേറ്റും ആയിരിക്കണം. ആൻഡ് ഓരോ ഡാറ്റയ്ക്കും സ്യൂട്ടബിൾ ആയിരിക്കുന്ന റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുമ്പോൾ ചില റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ചാർട്ടാണോ യൂസ് ചെയ്യണമെങ്കിൽ ചാർട്ടിന് ഒരു പ്രോപ്പർ ടൈറ്റിൽ ഉണ്ടാകണം. ആ ടൈറ്റിൽ ആ ചാർട്ടിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഉണ്ടാവുകയും വേണം എന്നുള്ളത് ഉറപ്പാണ്, നിർബന്ധമാണ്. പിന്നെ പറയുന്നത് ടൈറ്റിലിൻ്റെ കാര്യം. ഇപ്പോൾ ടൈറ്റിൽ കൊടുക്കണം എന്ന് പറഞ്ഞു, അതിന് ആ ടൈറ്റിൽ ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. അതായത് നമ്മൾ എന്ത് ഡാറ്റയാണോ നമ്മൾ പോർട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഡാറ്റ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ടൈറ്റിലാവണം. അതേപോലെ തന്നെ വാരി വലിച്ചൊന്നും ടൈറ്റിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വളരെ ബ്രീഫ് ആൻഡ് അട്രാക്റ്റീവ് ആണ് ടൈറ്റിൽ, ചാർട്ട് ടൈറ്റിൽ. പിന്നെ പറയുന്നത് ന്യൂമറിക്കൽ ഡാറ്റ, നമ്മൾ ഏത് ഡാറ്റ വെച്ചിട്ടാണ്, ഏത് ന്യൂമറിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ചാർട്ട് ഡ്രോ ചെയ്യുന്നത് ആ ഡാറ്റ തീർച്ചയായിട്ടും ആ ടേബിളിൻ്റെ അടിയിൽ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഗ്രാഫിൻ്റെ അടിയിൽ ടേബിളായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഒരു ഇൻകമാണ് അല്ലെങ്കിൽ ഇൻകം ജനറേഷനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ സേവിങ് ഹാബിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സേവിങ് ഹാബിറ്റിൻ്റെ ചാർട്ട്, ഇപ്പോൾ പൈ ചാർട്ടോ ബാർ ചാർട്ടോ എന്ത് ചാർട്ടായാലും വേണ്ടിയില്ല, ആ ചാർട്ടിനേക്കുള്ള ഇൻഫർമേഷൻ എങ്ങനെ കിട്ടി അതിൻ്റെ ടേബിൾ ഫോമാറ്റ് നമ്മൾ ആ ചാർട്ടിന് താഴെ കൊടുക്കണം. പിന്നെ സ്കെയിൽ ഇൻ്റർവെൽസ് ഈക്വൽ ആയിരിക്കണം. നോട്ട് ദ പോയിൻറ്റ്, സ്കെയിൽ ഇൻ്റർവെൽസ് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിലേക്ക് വളരെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കുള്ളൂ. ടേബുലർ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ അവിടെ സ്കെയിൽ ഇൻ്റർവെൽ ഈക്വൽ ആയിരിക്കണം. പിന്നെ ഓരോ കർവിനും ഓരോ ബാറിനും ചാർട്ടിൻ്റെ മുകളിലത്തിന് എന്തുണ്ടായിരിക്കണം, ലേബിൾ ഉണ്ടാവണം. ഇൻ കേസ് ഒന്നോ അതിലധികമോ കർവ്സോ ബാറോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കളേഴ്സോ പാറ്റേൺസോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നോർമലി കൂടുതലായിട്ടും യൂസ് ചെയ്യപ്പെടുന്ന ഗ്രാഫ് ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ചാർട്ട്സ് ആണ്. ചാർട്ട്സ്, ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, സർക്കിൾ ചാർട്ട് ഓർ പൈ ചാർട്ട്, അതേപോലെ തന്നെ പിക്ടോഗ്രാംസ്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ചാർട്ട്സ് ഓർ ലൈൻ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈൻ ചാർട്ട് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഡാറ്റ വളരെ കൺവീനിയൻ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് ഷോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് ചാർട്ട് ഓർ ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. ഒരു ലൈനാണ് നമ്മളിവിടെ ഡാറ്റ കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ഈ ഒരു ലൈൻ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും വാരിയബിൾസിൻ്റെ റൈസോ അല്ലെങ്കിൽ ഫോളോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു റെയിൻഫോൾ ആണ് നമ്മളിപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഡേയ്സ് കൊടുക്കാം, നമ്പർ ഓഫ് ഡേയ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സൈഡിൽ ഒരു
ആ റെയിൻഫോളിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെയിൻഫോൾ റേസിംഗ് ആണോ അല്ലെങ്കിൽ ഫോളിംഗ് ആണോ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ മഴ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പോയിന്റ് താഴെയായിരിക്കും. നാളെ മഴ കൂടുതലാണെങ്കിൽ അതിൻ്റെ പോയിന്റ് മുകളിലായിരിക്കും. അപ്പോൾ റൈസ് ആൻഡ് ഫോൾ റെപ്രസെൻറ്റേഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹിസ്റ്റോഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റഡ് ഫ്രീക്വൻസീസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഫ്രീക്വൻസി ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ റെക്റ്റാങ്കുലർ കോളത്തിലായിട്ടാണ് ഈ ഫ്രീക്വൻസി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോളം ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഒബ്സർവേഷൻ വിത്തിൻ ദ ഇൻ്റർവൽ. അതായത് ഓരോ ഇൻ്റർവെലിനുള്ളിലേയുള്ള ഫ്രീക്വൻസിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഹിസ്റ്റോഗ്രാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പിക്ചറിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഫസ്റ്റ് കോളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് മീൻസ് ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. സെക്കൻഡ് വൺ 9 ആണ്. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 9 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഹിസ്റ്റോഗ്രാം. പിന്നെ ഈ ഹിസ്റ്റോഗ്രാമും ബാർ ചാർട്ടും കാണുമ്പോൾ ഏകദേശം സെയിം ആണെന്ന് തോന്നുമെങ്കിലും ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് ഈ രണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് വിത്ത് ഗ്യാപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഹിസ്റ്റോഗ്രാമിന് വിത്ത് ഗ്യാപ്പ് ഉണ്ടാവില്ല, ബട്ട് ബാർ ചാർട്ടിന് എന്തായിരിക്കും? വിത്ത് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അതിലുള്ളത് ഫ്രീക്വൻസി പോളിഗൺ ആണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡിൽ പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ലൈൻസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് എ ഫ്രീക്വൻസി ടേബിളാണ്. ഫ്രീക്വൻസി ടേബിളിൻ്റെ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആണ്. അത് തന്നെയാണ് ഹിസ്റ്റോഗ്രാം. പക്ഷേ ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? റെക്റ്റാങ്കുലർ കോളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രീക്വൻസി ടേബിളിൻ്റെ ഹൈറ്റിൻ്റെ മിഡിൽ പോയിന്റ് പ്ലോട്ട് ചെയ്തുകൊണ്ട് ലൈൻസ് വരയ്ക്കുമ്പോൾ അതെന്തായിട്ട് മാറും? ഫ്രീക്വൻസി പോളിഗൺ ആയിട്ട് മാറും. ഓക്കെ, പിന്നുള്ളത് ബാർ ചാർട്ടാണ്. വെരി കോമൺ ടൈപ്പ് ഓഫ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ബാർ ചാർട്ട് എന്നോ അല്ലെങ്കിൽ ബാർ ഗ്രാഫ് എന്നോ വിളിക്കും. ഈ ബാർ ചാർട്ട് രണ്ടോ അതിലധികമോ വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി നമുക്ക് വേണമെങ്കിൽ ബാർ ചാർട്ട് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, പിന്നുള്ളത് പൈ ചാർട്ടാണ്. സർക്കുലർ ചാർട്ടാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് സെക്ടേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു പൈ ചാർട്ടിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഓരോ സെക്ടറിൻ്റെയും ലെങ്ത്താണ് ആ ഒരു പെർട്ടിക്കുലർ വാരിയബിളിൻ്റെ ക്വാണ്ടിറ്റി നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു വാരിയബിളിന് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ഓരോ സെക്ടറിൻ്റെയും വാല്യൂ ആയിരിക്കും. ഫുൾ ഓഫ് ടുഗെദർ, അതായത് കംപ്ലീറ്റ് സെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഫുൾ ഡിസ്കൗണ്ട്, ദാറ്റ് മീൻസ് സർക്കിൾ കംപ്ലീറ്റ് ആവും അല്ലെങ്കിൽ 360% ആവും എന്നുള്ളത് ആണ് പറയുന്നത്. ഈ 360% എന്നുള്ള രീതിയിലല്ല നമ്മൾ പൈ ചാർട്ടിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് 100% ആയിട്ടാണ് വരുന്നത്. 100% തന്നെയാണ് ഇവിടെ പൈ ചാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. താഴെ നോക്കിയാൽ കാണാം അവരുടെ ഏർണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് എത്രത്തോളം എന്തിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളത് കാണിക്കുന്നൊരു പൈ ചാർട്ടാണ് താഴെയുള്ളത്. ഈ സയൻറ്റിഫിക് ഇതിനൊക്കെ നമ്മൾ അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ചിനൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു പൈ ചാർട്ട് യൂസ് ചെയ്യാറുള്ളൂ. കാരണം കൂടുതൽ അനാലിസിസിനും ഇൻ്റർപ്രിട്ടേഷനും യൂസ് ചെയ്യാൻ സാധ്യമല്ല ഈ പൈ ചാർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അറ്റ് എ ഗ്ലിംസ് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവിടെ ഒരു പെർസെൻറ്റേജ് വാല്യൂ കൊടുക്കണം. ഈ പെർസെൻറ്റേജ് വാല്യൂ കൊടുക്കാത്ത ടൈപ്പ് പൈ ചാർട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ സിമ്പിൾ അനാലിസിസിന് വളരെ ഡിഫിക്കൽട്ടായിരിക്കും പൈ ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ. പിന്നുള്ളത് അത് ലോറൻസ് കർവാണ്. ഈ ലോറൻസ് കർവ് എന്ന് പറയുന്നത് ഒരു ലൈൻ ചാർട്ടാണ്. ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു ലോറൻസ് കർവിൽ നൽകുന്നത്. ആൻഡ് ഈ ഒരു ലോറൻസ് കർവ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ എല്ലാ എലമെൻസും, അതായത് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിൻ്റെ ഓരോ ഓർഡറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളതിനെ മാറ്റിയെടുക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഒജൈവ് കർവാണ്. ഒജൈവ് കർവ് എന്ന് പറയുന്നത് ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ്. ഒരു ലൈൻ ചാർട്ട് പ്ലോട്ടഡ് കർവാണ് ഈ ഒജൈവ് കർവ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ ഒരു ജെ കർവ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. അതായത് 2 ways ഓഫ് കൺസ്ട്രക്റ്റിംഗ് ആൻ ഒജൈവ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. രണ്ട് രീതിയിൽ നമുക്ക്
ചെയ്യാം. അതായത് ഈ ഒരു ഇൻക്രീസിങ് ലെവലും അതേപോലെ തന്നെ ഡിക്രീസിങ് ലെവലും, ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുന്ന രീതിയിലും അതേപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. യൂഷ്വലി ഒരു എസ് ഷേപ്പാണ് ഉണ്ടാവാറുള്ളത് ഒജൈവിൻ്റെ. പിന്നെ പറയാനുള്ളത് ലെസ് ദാൻ ഒജൈവ് കർവും മോർ ദാൻ ഒജൈവ് കർവും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് എന്നുള്ള രീതിയിൽ. ആൻഡ് ഇത് സാധാരണഗതിയിൽ നമ്മളിത് യൂസ് ചെയ്യാറുള്ളത് പോപ്പുലേഷൻ അതേപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു ഒജൈവ് കർവ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ടോ അതിലധികം ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഒജൈവിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പിക്ടോഗ്രാം. ബാർ ചാർട്ടിൻ്റെ ഒരു വേരിയേഷനാണ് പിക്ടോഗ്രാംസ് എന്ന് പറയുന്നത്. ഇവിടെ വാല്യൂസ് നമ്മൾ ഒരു ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചില പിക്ചേഴ്സിൻ്റെയും അല്ലെങ്കിൽ സിമ്പിൾസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ഐഡൻറ്റിക്കൽ പിക്ചേഴ്സും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓരോ പിക്ചറും ഒരു ഫിക്സഡ് സൈസ് ഓഫ് വാരിയബിൾസിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓരോ പിക്ചറും ഓരോ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ താഴെ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് ചിൽഡ്രൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചിൽഡ്രൻസിൻ്റെ പിക്ചേഴ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഒറ്റ ഗ്ലാൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ഏരിയയിലും എത്ര നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ് സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളതും അത് ഗേൾസ് എത്ര ബോയ്സ് എത്ര എന്നുള്ള രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പിക്ചറിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ നമ്മളൊരു പിക്ടോഗ്രാം ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ചില റൂൾസ് നമ്മൾ ഒബ്സർവ് ചെയ്യണം അല്ലെങ്കിൽ ഫോളോ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ പിക്ചേഴ്സും സിമ്പിൾസും സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. അതായത് ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താണ് അത് മീൻ ചെയ്യുന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ മറ്റ് പോയിൻറ്റ്സോ ഒന്നും നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവരുത്. പിന്നെ പറയുന്നത് ഓരോ സിമ്പിളും സ്യൂട്ടബിൾ സം ഓഫ് യൂണിറ്റ്സ് ആയിരിക്കണം, കൃത്യമായിട്ടുള്ള വാല്യൂസ് എലമെൻറ്റ്സ് കൊടുത്തിരിക്കണം. പിന്നെ പറയുന്നത് ചാർട്ട് ഷുഡ് ബി ക്ലിയർ ആൻഡ് സിമ്പിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.